മാതൃഭൂമി ന്യൂസിനോട് ലാലി വിൻസെന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അനന്തുവിൽ നിന്ന് 46 ലക്ഷം രൂപ വക്കീൽ ഫീസായി വാങ്ങി തുടങ്ങിയ ഓരോ കാര്യങ്ങളും ലാലി വിൻസെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നു. പ്രിന്റർ ഷോപ്പ് നവകേരള സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന 7 ലക്ഷം രൂപ പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയ്ക്കുള്ളതാണ് എന്ന് അക്കൗണ്ടിൽ കാണാമെന്ന് അനന്ത് പോലീസിനോട് പറയുന്നത് സ്റ്റാഫ് കേട്ടിട്ടുണ്ട്. അതിപ്പോ ഇപ്പോഴാണ് മുമ്പൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അനന്തവും പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിന് ഞാൻ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് അനന്ത് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയി കണ്ടില്ല. ചീഫ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാമിന്റെ ബന്ധു ബേബി അങ്ങേരുടെ സംഘടനയ്ക്ക് കോടികളുടെ ബിസിനസ്സാണ് പോയിട്ടുള്ളത്. അതേപോലെ ഒരു കൊച്ചനിയൻ എന്ന് വിളിക്കുന്ന ഒരു ജോൺ ഉണ്ട്, മാർക്സിസ്റ്റുകാരൻ, ഇവരുടെ ട്രസ്റ്റിന്റെ മെമ്പറാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. ആനന്ദകുമാറിന് അക്കൗണ്ട് വഴി പൈസ കൊടുത്തിട്ടുണ്ട്. ആനന്ദകുമാർ ഓരോ വണ്ടിയും വാങ്ങുന്നതിന് വേണ്ടി ഫെസിലിറ്റേഷൻ ഫീസ് എന്നും പറഞ്ഞ് 2000, 3000, 5000 അങ്ങനെ ഓരോ വണ്ടിയുടെയും കണക്കിൽ ആനന്ദകുമാറിന്റെ സത്യസായി ട്രസ്റ്റിലേക്ക് പണം ഇട്ട് കൊടുക്കണമെന്ന് ആനന്ദകുമാർ നിർബന്ധിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലീഗൽ എഗ്രിമെന്റ് ഇല്ലാതെ ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുത്തു പോകരുത്. ഇത് നാട്ടുകാരുടെ പൈസയാണ്, കണക്ക് പറയേണ്ടതാണ്. ഒരൊറ്റ രൂപ പോലും ലീഗൽ എഗ്രിമെന്റ് ഇല്ലാണ്ട് ചെയ്യരുത്. അങ്ങനെ വേണമെങ്കിൽ സത്യസായി ട്രസ്റ്റുമായി എഗ്രിമെന്റ് വെക്ക് എന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് അനന്തു അത് ചെയ്തില്ല. പക്ഷെ ആനന്ദകുമാർ അനന്തുവിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപയോളം വാങ്ങി എന്ന് അക്കൗണ്ടിലുണ്ടെന്ന് അക്കൗണ്ടന്റ് പറയുന്നുണ്ട്. അത് സത്യസായി ട്രസ്റ്റിന്റെ മെയിൻ്റനൻസിനായിരുന്നെന്നും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിരുന്നെന്നും ഒക്കെ അക്കൗണ്ടന്റ് പറയുന്നുണ്ട്. ആനന്ദകുമാർ രക്ഷപ്പെടാൻ പറ്റൂല. ആനന്ദകുമാറിന് തെറ്റുകളുണ്ട്. ആനന്ദകുമാർ ഇപ്പോഴും ട്രസ്റ്റിന്റെ ചെയർപേഴ്സണാണ്. സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലാണ് പാതിവില തട്ടിപ്പ് സംഘത്തിന് നിയമസഹായം നൽകിയിരുന്ന ലാലി വിൻസെന്റിന്റേത്. കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ നവകേരള സദസ്സിന് അനന്തകൃഷ്ണൻ 7 ലക്ഷം രൂപ നൽകിയെന്നും ലാലി വിൻസെന്റ് ആരോപിക്കുന്നു. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ലാലി വിൻസെന്റ് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിപ്പോൾ വന്ന് സംസ്ഥാന സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഈ ലാലി വിൻസെന്റിനെ സംബന്ധിച്ച് ഈ അഭിഭാഷക ഫീസ്, ഇത്രയും ഫീസ് എന്തിനു നൽകി തുടങ്ങിയ ഓരോ കാര്യങ്ങളും അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിനൊപ്പം ഈ ആരോപണങ്ങളും പ്രധാനമാണ്. ഇവരെ കേന്ദ്രീകരിച്ചുൾപ്പെടെ എങ്ങനെ പോകുന്നു അന്വേഷണം? ലാലി വിൻസെന്റ് അനന്തു ഉൾപ്പെട്ട തട്ടിപ്പ് കേസിലെ 7ാം പ്രതിയാണ്. കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7ാം പ്രതിയാണ്. അവർ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും അതിൽ അറസ്റ്റ് തൽക്കാലം തടഞ്ഞിരിക്കുകയുമാണ്. പക്ഷേ അപ്പോഴും കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഇത്രയധികം രൂപ എങ്ങനെയാണ് വക്കീൽ ഫീസ് എന്ന കാര്യവും കോടതി ചോദിച്ചു. അത് സംബന്ധിച്ച് അനന്തു മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട്, ഇവർക്ക് ഫീസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് താൻ 600 മണിക്കൂറോളം ജോലി ചെയ്തിട്ടുണ്ട്, മാത്രമല്ല താൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിഭാഷകയാണ്, ഒട്ടനവധി തവണ ഓവർ ടൈം എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അനന്തു CSR ഫണ്ടിനായി പല കമ്പനികളെയൊക്കെ സമീപിച്ചിരുന്നു. അവരുമായിട്ടുള്ള എഗ്രിമെന്റ്, ധാരണ, പ്രോമിസറി നോട്ട്, ഇത്രയും ഒട്ടനവധി ജോലികൾ താൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഫീസാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നത്, സാധാരണഗതിയിൽ ഒരു വക്കീലിന് ഒരു ഫീസ് കൊടുക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ അതിലൊരു അബ്നോർമാലിറ്റി ഉണ്ട്, ഒരു കൂടുതൽ എമൗണ്ട് ആയിട്ടുണ്ട്. അത് അങ്ങനെയെങ്കിൽ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുന്നു. ഇതോടൊപ്പം മറ്റു കൂടുതൽ കാര്യങ്ങൾ കൂടി അവർ പറയുകയാണ്. അതായത് ഈ ആനന്ദകുമാറും അനന്തവും തമ്മിൽ എങ്ങനെ തെറ്റുന്നു, അത് സംബന്ധിച്ചുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ആ കാര്യങ്ങളിൽ അവർ പറയുന്നത്, ഈ ആനന്ദകുമാർ അനന്തുവിൽ നിന്ന് ഓരോ വാഹനത്തിനും ഫെസിലിറ്റേഷൻ ഫീസ് എന്ന നിലയിൽ 5000, 7000, 3000 രൂപ വെച്ച് വാങ്ങിയിരുന്നു. അത് അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത്. അതിൽ അനന്തുവിന് തൃപ്തിക്കുറവുണ്ടായിരുന്നു, അതിൽ അനന്തുവിന് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇവർ തെറ്റുന്നത് എന്നതാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പോലീസിന് മുന്നിലുണ്ട്. അത്തരം വിവരങ്ങളാണ് പോലീസിനും കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിനും കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് നമ്മൾ നേരത്തെ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ അനന്തകുമാർ അവിടെ ഇല്ല എന്നും പറയുന്നു. സ്വാഭാവികമായിട്ടും പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അനന്തുവിനൊപ്പം തന്നെ ഈ പങ്കാളിത്തത്തിൽ പ്രധാനപ്പെട്ട റോൾ ആനന്ദകുമാറിനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ KM എബ്രഹാമിന്റെ കാര്യവും അവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിനെ കാണാനും മറ്റുമൊക്കെ ഫെസിലിറ്റേഷൻ ചെയ്തു കൊടുത്തത് അദ്ദേഹമായിരുന്നു എന്ന കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നവകേരള സദസ്സിന് പണം നൽകി 7 ലക്ഷം രൂപ എന്ന് അവർ വ്യക്തമാക്കുന്നു.
അത് അനന്തു തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. മാത്രമല്ല ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ അനന്തു പണം കൈമാറിയിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. അത് മൊഴിയായി തന്നെയുണ്ട്. എന്തിന് പണം കിട്ടി എന്ന കാര്യം ചോദിക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഇതിന്റെ അന്വേഷണം മാറുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നവകേരള സദസ്സിനടക്കം പണം കൈമാറിയിട്ടുണ്ടെന്ന കാര്യവും പറയുന്നത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വരികയാണ്. പക്ഷേ ഒട്ടനവധി സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, അതിൽ ഒരു ക്രോഡീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം, ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. അതിൽ ഒരുപാട് പേർ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, അത് BJP-യിലെ നേതാക്കളുണ്ട്, തീർച്ചയായും രാഗിൻ, ആ തലങ്ങളിൽ എന്തായാലും കാര്യങ്ങൾ പോകുന്നുണ്ട്. പരാതികൾ കുന്നുകൂടുകയാണ്, വെളിപ്പെടുത്തലുകൾ വരുന്നു, വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. എന്തായാലും അന്വേഷണവുമായി സംഘം മുന്നിലേക്ക് പോകുമ്പോൾ ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ നിർണായകമായ വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. രാഗിനായിരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.